നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പോഡ്കാസ്റ്റ് സ്റ്റൈലാണ് നമുക്കിന്ന് വീഡിയോ വരുന്നത്. ഇപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈമാണ്. ഇപ്പോൾ കാസർഗോഡ് കത്തിച്ച് നല്ല കത്തി നിൽക്കുന്ന ഇലക്ഷൻ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള 3 മുന്നണികളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇലക്ഷൻ പ്രചാരണങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇടത് സഹയാത്രികയാണ്. മുൻ നമ്മുടെ ചെങ്കള പഞ്ചായത്ത് മെമ്പർ, LDFൻ്റെ മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലത്തീഫ് എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അപ്പം ഇത് കുറച്ച് ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ചോദ്യോത്തര ആ ഒരു ശൈലി നമുക്ക് പോകണ്ട. ശരി. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോഡ്കാസ്റ്റ് സ്റ്റൈലിൽ നമുക്ക് കോമൺ ആയിട്ട് സംസാരിക്കുന്ന രീതിയിൽ. അപ്പം കുറച്ച് നമുക്ക് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ വരുന്ന സമയത്ത് സാധാരണക്കാരന് ചോദിക്കേണ്ട കുറേ ചോദ്യങ്ങളുണ്ട് കാസർഗോഡത്തെ വികസനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കാരണം 3 മുന്നണികളും വികസനത്തെക്കുറിച്ച് മാത്രം വളരെയേറെ ചർച്ചകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ ഇലക്ഷൻ സമയത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇടതു മുന്നണിക്ക് ഏകദേശം അധികം കാസർഗോഡ് മണ്ഡലത്തിൽ അധികം ഭരിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം 3 വർഷം. 3 വർഷം. അപ്പോൾ ബാക്കി എല്ലാം 45 വർഷമായിട്ട് UDFന്റെ കീഴിൽ തന്നെയാണ്. അപ്പം ചോദിക്കുന്നൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ഇത്രയും വർഷം UDF ഭരിക്കുന്നതിനിടയ്ക്ക് LDFൻ്റെ എന്തുകൊണ്ടാണ് LDF വരണം എന്ന് പറയാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം? മറ്റ് മണ്ഡലങ്ങളെ വെച്ച് നോക്കുമ്പം കാസർഗോഡ് മണ്ഡലത്തിൽ LDF വരണം എന്ന് പറയാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം. LDF വരണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ കഴിഞ്ഞ 50 വർഷത്തോളമായി UDFൻ്റെ ഒരു ആധിപത്യം. UDF ഇവിടെ എല്ലാ 5 വർഷം കൂടുമ്പോഴേക്കും അവർ വന്ന് ഇവിടെ സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ വോട്ട് ബാങ്ക് ന്യൂനപക്ഷങ്ങളാണ്, ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ് അവർ. ഈ 5 വർഷം കൂടുമ്പോഴേക്ക് ഇവരെ സ്ഥാനാർത്ഥി വരും, കുറച്ച് മതം പറയും, കുറച്ച് നമ്മൾ വന്നില്ലെങ്കിൽ BJP വരും എന്നുള്ളൊരു ഭയപ്പാട് ജനങ്ങളിലേക്ക് ഇട്ട് വോട്ടും വാങ്ങിച്ച്. ശരിക്കും പറഞ്ഞാൽ മതം പറഞ്ഞിട്ട് മാത്രമല്ല കാസർഗോഡ് മണ്ഡലത്തിൽ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും പകൽ പോലെ സത്യമല്ല. ഇന്ന് നിങ്ങൾ പോയി സാധാരണക്കാരായ ഒരു പ്രായമുള്ളവരോട് പോയിട്ട് നമ്മൾ ഒരു വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ സ്വാഭാവികം, ഞാനൊക്കെ ഇലക്ഷൻ ഫീൽഡിൽ ഓരോ വീടുകളും കയറി ഇറങ്ങുന്നവരാണ്. നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന റെസ്പോൺസ്, നിങ്ങൾക്ക് വോട്ട് തന്ന അവർക്ക് തരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവരെ തലയിൽ കയറ്റി വെച്ചിട്ടുള്ളത് BJP വരും, BJP വല്ലാത്തൊരു ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം. BJP CPM സഖ്യകക്ഷികൾ ചേരുന്നു എന്നുള്ളൊരു പ്രചാരണം ഇപ്പം UDFന്റെ ഭാഗത്ത് ശക്തമായിട്ടുണ്ട്. BJP LDF സഖ്യം ചേരുന്നു. LDF BJP സഖ്യം ചേർന്നു. അതായത് ഇന്നത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ UDFന് കിട്ടേണ്ട വോട്ട് കൂടുതൽ LDFന് കിട്ടും. LDFന് കിട്ടുന്ന സമയത്ത് BJP ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു പ്രചരണമാണ് UDFനെ ഇവിടെ 47-50 വർഷമായിട്ട് ഈ കാസർഗോഡ് UDFൻ്റെ MLA ഉണ്ടാവാനുള്ള കാരണം. ആ ഒരു പ്രചരണമാണ്. അത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിലാണ് കൂടുതൽ ഇവർ പ്രചരിപ്പിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അതൊരു സത്യമല്ല. കാരണം ആ ഒരു ഭയം, അതായത് BJP വല്ലാത്തൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂനപക്ഷങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണക്കാർ ഇപ്പോൾ പുതിയ ജനറേഷനെല്ലാം സാധാരണ പഴയ ആൾക്കാരൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെയാണ് അവർ ഒരു വികസനം ഈ 50 വർഷം കൊണ്ട് കാസർഗോഡ് ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളും സഞ്ചരിക്കുന്ന ആളാണ്. നമുക്ക് തൊട്ടടുത്ത മണ്ഡലമായ നമ്മുടെ ഉദുമ മണ്ഡലം നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കഴിഞ്ഞ ഈ 5 വർഷം കൊണ്ട് ഉദുമ മണ്ഡലത്തിൽ വന്ന വികസനവും കാസർഗോഡ് മണ്ഡലത്തിൽ വന്ന ഒരു വികസനവും നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ 1500 കോടി രൂപയുടെ വികസനമാണ് ഉദുമ മണ്ഡലത്തിൽ. നേരെ മറിച്ച് നമ്മുടെ കാസർഗോഡ് മണ്ഡലത്തിലാണ് 200 കോടിയിൽ താഴെയാണെന്നാണ് ഞാൻ അറിയാൻ സാധ്യത. കറക്റ്റായ കണക്കല്ല, 200 കോടിയിൽ താഴെയുള്ള വികസനമാണ് കാസർഗോഡ്. അതിൽ ആ വികസനം ഇവിടെ കാരണം എന്ത്? UDFന്റെ ഭരണം ഉണ്ടാകുന്ന കാലഘട്ടത്തിലും ഇവിടെ കാസർഗോഡ് പ്രതികരിച്ച് മന്ത്രി വരെ ഉണ്ടായിട്ടുണ്ട്. CT മുതൽ ഇവിടെ മന്ത്രിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു മന്ത്രിയുടെ മണ്ഡലത്തിൻ്റെ
നമ്മൾ ഒരുപാട് ഇപ്പം ചെറിയൊരു ഉദാഹരണം പറയാം, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ ചെർക്കള കല്ലടുക്ക റോഡ്, അതിൻ്റെ ഒരു ശോചനാവസ്ഥ. എത്ര കേരളത്തിൽ ഏതൊക്കെ റോഡുകൾ ഹൈടെക്കായി. ഇവിടുത്തെ ജനപ്രതിനിധിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് നല്ലൊരു ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അല്ല, ഒരു അസംബ്ലി മണ്ഡലത്തിൽ ജയിച്ച ഒരു MLAക്ക് കൃത്യമായ രീതിയിൽ ഫണ്ട് വിനിയോഗിക്കാൻ ഉള്ള ഒരു ഇത്ര നിശ്ചിത തുക ഉണ്ടാവും. എന്തുകൊണ്ടായിരിക്കാം ഈ ഫണ്ട് ഇവിടെ ഉപയോഗിക്കാത്തത്? സ്വാഭാവികമായിട്ട് അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ബോധം, ഇവിടെ ജനപ്രതിനിധി ആകുന്ന ആൾക്കാർക്ക് നാടിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് വേണം. ഇവർ ഈ MLA ആവുന്നതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന പിന്നെ കല്യാണത്തിന് പോകാനും മറ്റുള്ള പരിപാടികൾക്ക് പോകാനും ഉദ്ഘാടനത്തിന് ഒരു ദീർഘദൃഷ്ടി വേണം. അതെ, അവർക്കുള്ള അവരൊരു അലങ്കാരമായിട്ടാണ് ഈ MLA എന്ന പദവി ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് ഈ നികുതി അടക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ ഏത് ആവശ്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോയി നമ്മളതിനെ പിന്നെ പരിഹരിക്കണം എന്നുള്ള ഒരു നാടിൻ്റെ വികസനം. നമ്മുടെ ഇപ്പോൾ വയനാട് MLAയുടെ അയാളൊക്കെ കൃത്യമായിട്ട് പഠിക്കും, കാര്യങ്ങൾ പഠിച്ച് പിന്നെ നാടിന് എന്തൊക്കെയാണ് ആവശ്യം എന്നൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. അത് 5 കൊണ്ട് സമർപ്പിക്കാനുള്ള, അതിനെ പൂർത്തീകരിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കും. അങ്ങനെയുള്ള പ്ലാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പൊടിപൊട്ടിക്കുക, ആഘോഷിക്കുക, അതോടുകൂടെ അവരെ പിന്നെ സ്ഥാനം ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും ജനങ്ങളിലേക്ക് എത്തുന്നത്. അതാണ് ഒരു മെയിനായിട്ടൊരു വികസന മുരടിപ്പ് എന്ന് പറയാനുള്ള. കാരണം അവർക്ക് ദീർഘദൃഷ്ടി ഇല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് സംഭവിക്കുന്നത്. ഇപ്പം നമുക്കിപ്പം LDFന്റെ സ്ഥാനാർത്ഥി ഇപ്പം നമുക്ക് വിജയിച്ച് കഴിഞ്ഞാൽ, ഇപ്പം MLA നമുക്ക് LDFന് വന്നു കഴിഞ്ഞാൽ എന്ത് തരം വികസനമായിരിക്കും നമ്മുടെ ഈ മണ്ഡലത്തിൽ നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളത്? നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും നമുക്ക് മർമ്മപ്രദം, നമ്മുടെ ഈ മണ്ഡലത്തിന് അറിയപ്പെടുന്നത് തന്നെ കാസർഗോഡ് എന്നാണ്. അതെ, കാസർഗോഡ് മണ്ഡലം. നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ആദ്യം പിന്നെ ഒരു മറ്റുള്ള ജില്ലകളിൽ നിന്നോ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നോ കാസർഗോഡ് വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ലൊക്കേഷൻ കാണിക്കുമ്പോൾ കാസർഗോഡ് ടൗണാണ്. ആ കാസർഗോഡ് ടൗണിൻ്റെ ഒരു പിന്നെ അവസ്ഥ നമ്മളൊക്കെ ദിവസം കാണുന്നതല്ലേ. അതെ, എന്തെങ്കിലും ആഘോഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലോ അവിടുത്തെ ക്രൗഡും അവരെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ഒരു ദീർഘവീക്ഷണത്തിലുള്ള ഒരു വികസനം. ഫിഷ് മാർക്കറ്റ്, ആ ഫിഷ് മാർക്കറ്റിന്റെ ഭാഗം എത്ര വർഷക്കാലമായി അവിടെ കൂടിക്കിടക്കുന്ന വ്യക്തമായ രീതിയിലൊരു മാർക്കറ്റ്, ഒരു കൃത്യമായിട്ട് ഇന്ന് ആധുനിക സമയത്ത് എത്രയോ ആളെ ഏത് വിധത്തിൽ നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ നാഷണൽ ഹൈവേ തന്നെ നമ്മളെ സാധാരണക്കാർക്ക് എങ്ങനെ ഈ റോഡ് ഇങ്ങനെ മേലെ കൂടി പോകുന്നുള്ള നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായില്ല. ഇപ്പോൾ ഒരു സ്ഥലവും വേസ്റ്റ് ആക്കാതെ നല്ല കൃത്യമായിട്ടുള്ള പ്ലാനിൽ നാഷണൽ ഹൈവേ തയ്യാറായി. അതുപോലെ കൃത്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ, നല്ല വിദഗ്ധരെ കൊണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ടൗൺ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ആധുനിക രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. സാധാരണക്കാർക്ക് ഗൾഫ് മുഖാന്തരം ഇവിടെ ഒരുപാട് പണം ഉണ്ടായെന്ന് പറഞ്ഞാൽ അല്ലാതെ അവരെ വീടും അവരെ പരിസരവും വികസിച്ചിരുന്നല്ല, നമ്മൾക്ക് നഗരം വികസിച്ചിട്ടില്ല. അതാണ് അതെ. പൊതുവേ നമ്മളിപ്പം 14 ജില്ലകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പോലും പല കാര്യങ്ങൾ പോലും കാസർഗോഡിനെ അവഗണിക്കുന്നു എന്നൊരു പൊതുവേ ഉള്ളൊരു പരാതി പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. പക്ഷേ അതിനൊക്കെ ഉത്തരവാദി എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ MLAക്ക് അതിൽ പങ്ക് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഒരു പ്ലാൻ തയ്യാറാക്കി, ഇപ്പോൾ LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാൻ തയ്യാറാക്കി, കാസർഗോഡ് MLA ഒരു പ്ലാൻ തയ്യാറാക്കി, ഇതാണ് എൻ്റെ അസംബ്ലി മണ്ഡലത്തിൽ ഇന്നത് ഞാൻ ചെയ്യാനുള്ള ഒരു പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട്, ഇത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിനെ സമീപിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവഗണിക്കുന്ന സർക്കാരല്ല. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിപക്ഷ MLAമാരുടെ ഒരുപാട് മണ്ഡലങ്ങൾ ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവർ പല പ്രസംഗങ്ങളിൽ നിന്ന് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം AKM മഞ്ചേശ്വരം മത്സരിക്കുന്ന AKM അഷ്റഫ് ഒരു വിദ്യാഭ്യാസ മന്ത്രിനെ ഇരുത്തിക്കൊണ്ട് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരിഗണിച്ച ഒരു മണ്ഡലമാണ്, ആരോഗ്യ മേഖല പരിഗണിച്ച മണ്ഡലമാണ് മഞ്ചേശ്വരം എന്നുള്ള മാർഗത്തൊക്കെ കേട്ടതല്ലേ. അതെ. അപ്പോൾ ഇവരൊരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനെ ഒരു തട്ടിക്കളയുന്ന സമീപനം LDFന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പക്ഷേ ഇവർ സമർപ്പിക്കാത്തതിൻ്റെ ഒരു കുറവ് മാത്രമാണ് കാസർഗോഡിൻ്റെ പിന്നോക്കത്തിനുള്ള ഏറ്റവും കാരണം. ഇപ്പം മെയിനായിട്ട് BJPക്കുള്ള സാധ്യത എന്താണ്? ഇപ്പം നിലവിലെ സാധ്യത, ഇപ്പം BJP എന്ന് പറയുന്ന സമയത്ത്
ഒരുപാട് ആശങ്കകൾ കേരളത്തിലേക്ക് ഇപ്പം ഇട്ടുകൊടുക്കുന്ന ഒരു പ്രശ്നം. ഇപ്പം പാലക്കാട് തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ ഒരു മണ്ഡലത്തിൽ തടഞ്ഞ് വഴി നടക്കാൻ പാടില്ല, പ്രചരണത്തിന് വരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്ന പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് BJPൻ്റെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് സ്ത്രീകളോട് മാപ്പ് പറയണം. അതായത് സ്ത്രീകൾ അങ്ങനെ പ്രശ്നം പറഞ്ഞതിൻ്റെ പേരിൽ രമേശ് പിഷാരടി പുറകോട്ട് പോയില്ല, അതിൻ്റെ പേര് മാപ്പ് പറയണം എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി. അപ്പം ഇതൊക്കെ ഏകദേശം പൊതുജനം കാണുന്ന സമയത്ത് എത്രത്തോളം അവർ നെഗറ്റീവായിട്ട് BJPനെ ബാധിക്കുന്നുണ്ട്. ഇപ്പം പല സ്ഥലത്തും ഇപ്പം പാലക്കാട് അല്ലെങ്കിൽ മഞ്ചേശ്വരം ഒക്കെ BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് BJP പ്രചരണം നടത്തുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം കാസർഗോഡ് മണ്ഡലത്തിൽ BJPയുടെ വിജയ സാധ്യതകൾ എന്തൊക്കെയാണ്? കാസർഗോഡ് മണ്ഡലത്തിലെ BJPയുടെ വിജയസാധ്യത പറ്റി ഫസ്റ്റ് ഓഫ് ഓൾ അവർ UDF ഒരു ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. നമ്മുടെ അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കാം. 2016 മുതലുള്ള ഇവിടെ BJPക്ക് ലഭിച്ച അവർക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു ചെറിയൊരു കണക്ക് ഞാൻ ഈ സമയത്തിൽ അവതരിപ്പിക്കാം. 2016 രവീഷ് ചന്ദ്രി കുണ്ടാർ എന്ന് പറഞ്ഞ ഇവരെ ആത്മീയ നേതാവും BJPൻ്റെ നേതാവുമായ രവീഷ് ചന്ദ്രി കുണ്ടാറാണ് മത്സരിച്ചത് കാസർഗോഡ് മണ്ഡലത്തിൽ. 57,000 ചില്ലറ വോട്ട് അയാൾ സമാഹരിച്ചു, 2ാം സ്ഥാനത്തെത്തി. അങ്ങനെ വീണ്ടും 2021 വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അഡ്വക്കേറ്റ് ശ്രീകാന്ത് എന്ന് പറഞ്ഞ അവരെ BJP നേതാവാണ് മത്സരിച്ചത്. 50,039 വോട്ട് അവർക്ക് കിട്ടിയത്. തന്ത്രി കിട്ടിയതിനേക്കാൾ 7,000 വോട്ടിൻ്റെ കുറവ് അവിടെ അവർക്ക് വന്നു. പിന്നെ വീണ്ടും നമ്മൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ LDFൻ്റെ BJPയുടെ സ്ഥാനാർത്ഥി ML അശ്വനി തന്നെയാണ് മത്സരിച്ചത്. 47,000 വോട്ട്, വീണ്ടും 3,000 കുറവ്. അത് വർഷം തോറും ഈ 10 വർഷം കൊണ്ട് അവർ ഡീഗ്രോത്തേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ 2024 ഇവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 47,000 വോട്ട് കിട്ടിയ BJPക്ക് SIRൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് ഞങ്ങളിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ തീർച്ചയായിട്ടും ഓരോ ബൂത്തിൽ ഇപ്പോൾ ഞാൻ ഒരു ബൂത്തിൻ്റെ സെക്രട്ടറിയാണ്, 141 നമ്പർ ബൂത്തിൻ്റെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ 140 നമ്മളവിടെ നാരമ്പാടിയിൽ 2 ബൂത്താണ്, 140, 41. ഞങ്ങൾക്ക് ഈ 2 ബൂത്തിൻ്റെയും കൃത്യമായിട്ടുള്ള കണക്കറിയാം. ഒരു ബൂത്തിൽ 41 വോട്ടും മറ്റൊരു ബൂത്തിൽ 46 വോട്ടും തള്ളിയിട്ടുണ്ട്. ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ 2 ബൂത്തിലും ആരൊക്കെ വോട്ടാണ് തള്ളിയതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആ കണക്ക് നമ്മൾ കാസർഗോഡ് മണ്ഡലത്തിൽ സമാഹരിച്ചപ്പോൾ LDFൻ്റെ കണക്കിൽ കിട്ടിയ 11,000 ചില്ലാന വോട്ട് BJP മേഖലകളിൽ നിന്ന് തള്ളിയിട്ടുണ്ട്. SIRൻ്റെ ഭാഗമായി കൃത്യമായിട്ട് രേഖയില്ലാത്തതും അജറാക്കത്തതുമായ 11,000 ചില്ലറ വോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ 2024 47,000 കിട്ടിയ അശ്വിനിക്ക് കിട്ടിയ വോട്ടിൽ നിന്ന് 11,000 ആ കിട്ടിയ വോട്ട് 11,000 തള്ളി. അപ്പോൾ 36,000 അവർക്ക് അവിടെ ബാലൻസ് വരുന്നത്. പിന്നീട് അങ്ങോട്ട് വോട്ടിംഗ് ചേർക്കൽ പ്രോസസ്സിങ് തുടങ്ങി. പുതിയ 19,000 വോട്ട് ചേർത്തു. BJPക്ക് സ്വാധീനമുള്ള മേഖലകളിൽ 2,500, 3,000 വോട്ടിൻ്റെ ഇടയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ 36 + 3 39,000 വോട്ടാണ് മാക്സിമം. 40,000 വോട്ടാണ് BJPക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. ഇപ്പം നിലവിൽ വോട്ടർ ലിസ്റ്റ് പ്രകാരം 3ാം സ്ഥാനത്താണ് BJP ഉള്ളത്. ഈ നമ്മളുടെ കാസർഗോഡ് മണ്ഡലത്തിൽ 2,10,000 വോട്ടുണ്ട്. ഈ 2,10,000 വോട്ടിൽ മാക്സ് ഇവിടെ കാസർഗോഡിൻ്റെ കണക്ക് പറയാൻ 77% കൂടുതൽ ഇതുവരെ ഒരു വോട്ടും കൂടുതൽ 77% ഇതുവരെ പോളിംഗ് ഉണ്ട്. നമ്മൾ ഈ പ്രാവശ്യം 80% പിടിച്ചോളാം. അങ്ങനെയാണെങ്കിൽ 1,63,000 വോട്ട് പെട്ടിയിലാവും. ഇതിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 40,000 BJPക്ക് അങ്ങോട്ട് വിടാം. പിന്നെ അവിടെ 1,23 വോട്ടുണ്ട്. ആ 1,23,000 വോട്ടിലാണ് എല്ലാ കണക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കിൻ്റെ ഈ കണക്കുണ്ടാവും. പക്ഷെ അവർ ഇതല്ല ലീഗുകാരിൽ ഇപ്പോൾ കൃത്യമായിട്ട് ഈ കണക്കുണ്ടാവും. പാലക്കാട് വിഷയത്തിൽ തന്നെ ഇതൊരു നെഗറ്റീവായിട്ട് കാസർഗോഡ് പിന്നെ ബാധിച്ചിട്ടുണ്ടാവും BJPനെ. തീർച്ചയായും കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് BJPയിൽ കൃത്യമായിട്ടുള്ള ഒരു പക്വതയോടുള്ള നേതൃത്വമില്ല.
ഇവർ ഒരു പ്രാവശ്യം സംസ്ഥാന നേതാക്കളും അവരും അതുപോലെ വന്ന് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാന്നല്ലാതെ പാർട്ടിയിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ചും അതിൻ്റെ ഒരു ആ രീതിയില്ല, കുറച്ച് വർഗീയ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, അതിലൂടെ കുറച്ച് ആൾക്കാരെ സമാഹരിക്കുക, അങ്ങനെയല്ലാത്ത വേറൊരു രാഷ്ട്രീയം ഒരു മാനിഫെസ്റ്റോ ഒരു കൃത്യമായിട്ടൊരു എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മുടെ നാടിൻ്റെ കാഴ്ചപ്പാടില്ല. അതെ, വർഗീയ കാഴ്ചപ്പാട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു വർഗീയയുടെ പിന്നെ മതം പറഞ്ഞുകൊണ്ടോ അല്ല പിന്നെ വർഗീയ കാഴ്ചപ്പാട് കൊണ്ട് BJPക്കും തീർച്ചയായിട്ടും ഈ പ്രാവശ്യം കാസർഗോഡ് മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായിട്ടും ഷാനവാസ് പാത്തൂർ എന്ന് പറഞ്ഞ ഒരു യുവത്വം നമ്മുടെ നാടിനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുപോലെ ഇപ്പം UDF ഇപ്പം കേരളത്തിൽ ഇപ്പം പല രീതിയിലുള്ള വികസനങ്ങൾ ഇപ്പം നിലവിൽ LDF സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിൽ കൊണ്ടുവന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. സ്കൂളുകളായാലും അതല്ലെങ്കിൽ ഹോസ്പിറ്റലായാലും റോഡിലായാൽ പോലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വികസനങ്ങളെ ഇപ്പോൾ ഇഷ്ടംപോലെ പാലങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതെല്ലാം കാണുമെങ്കിൽ പോലും ഈ വികസനങ്ങളെ കണ്ടില്ല എന്നൊരിക്കുന്ന UDFിൻ്റെ നയമുണ്ട്. അതായത് ഈ നുണപ്രചരണങ്ങൾ മാത്രം കൊണ്ട് ഒരുപാട് വിവാദങ്ങളിലേക്ക് പോകുന്ന UDF. അപ്പം അവരാരോപിക്കുന്ന ആരോപണങ്ങൾ പോലും ഒരു 24 മണിക്കൂർ പോലും പൂർത്തീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് സത്യം. പക്ഷേ എങ്കിലും അവർ വീണ്ടും നുണപ്രചരണങ്ങൾ അടിച്ചു ഇറക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ UDFിന് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? UDFിന് കൃത്യമായി, അതായത് നമ്മളെ എല്ലാവരും നിഷ്പക്ഷമായ ശത്രുക്കൾ വരെ പറയുന്നൊരു സംഭവമാണ്. അതായത് ഈ 10 വർഷം കൊണ്ട് ഒരു LDFിൻ്റെ മന്ത്രിക്കെതിരെ, ഒരു MLAക്കെതിരെ, ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം അവരെ കൊണ്ട് നിലനിർത്താൻ പറ്റിയിട്ടില്ല. അതൊരു സത്യം ഒരു വശത്തുണ്ട്. മറുവശത്ത് ഈ നാട്ടിൻ്റെ വികസനത്തെ പറ്റി ചർച്ച ചെയ്യാൻ പാടില്ല എന്നൊരു അജണ്ടയാണ് കോൺഗ്രസിൻ്റെ UDFിൻ്റെ നിലപാട്. മറ്റുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഇവർ കഴിഞ്ഞ പ്രാവശ്യം ഒന്നെടുത്തിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അയ്യപ്പൻ്റെ സ്വർണം കട്ടത്താരപ്പ അവരെ തിരിഞ്ഞു കൊത്തി. അവ മൊത്തത്തിൽ ഇവർക്ക് എന്താ വെച്ചാൽ ഈ കനകൂലു ഒരു ദിവസം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ അത് നുണയാണ്. അതിന് കൃത്യമായിട്ട് പഠിക്കാതെയാണ് സതീശൻ വന്നിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. അത് അവർക്ക് 24 മണിക്കൂർ 2 മണിക്കൂർ നിലയൊക്കെയല്ല അവരെ കള്ളം. കൃത്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളും നിഷ്പക്ഷരായ ആൾക്കാരും നിരീക്ഷിക്കുന്നുണ്ട്. അവർ ഈ ഒരു ഇലക്ഷനിൽ സെറ്റ് ചെയ്യാൻ വിചാരിച്ച ഒരു അജണ്ട ഉണ്ട്. ആ അജണ്ട നടപ്പിൽ തീർച്ചയായിട്ടും അവരുടെ അജണ്ടയാണ് വികസനം ചർച്ച ചെയ്യാൻ പാടില്ല. വികസനം ചർച്ച ചെയ്യാൻ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരുപാട് ഞാൻ ഒരുപാട് വീടുകളിൽ കയറിയ മനുഷ്യരാണ്. പെണ്ണുങ്ങൾ പറയുന്നത് ഒന്ന്, നമ്മുടെ പിണറായി വിജയൻ എന്നെ വീണ്ടും വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ജീവിച്ചു പോയായിരുന്നു. അതുപോലത്തെ ആ ഒരു നിലപാടിലേക്ക് ഓരോ ജനങ്ങളും എത്തിയിട്ടുണ്ട്. പക്ഷേ വാഗ്ദാനങ്ങൾ പൊള്ളയാ കുറെ വാഗ്ദാനങ്ങൾ നിലവിൽ കൊടുക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ 3000 പെൻഷൻ കൊടുക്കും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. കാരണം മുമ്പ് 18 മാസം അവർക്ക് മുടങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അവര് ജനങ്ങൾ തിരിച്ച് കാര്യങ്ങൾ ചോദിക്കണം. 2000 രൂപ പെൻഷനിൽ കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം KC വേണുഗോപാൽ പറഞ്ഞത് കൈക്കൂലിയാണെന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവർ ഈ ആ 2000 പെൻഷന്റെ 3000 ആക്കുന്നു പറഞ്ഞാൽ അപ്പൊ അത് കൈക്കൂലിയായിട്ട് വരും. പക്ഷെ അതേ സമയത്ത് തന്നെ അവർ പറയുകയും ചെയ്തു, ഇനിയിപ്പോ നമ്മൾ ഭരണത്തിൽ വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് അധിക ബാധ്യതയായിട്ട് മാറും എന്നൊരു കാര്യം കൂടെ UDF പറഞ്ഞിട്ടുണ്ട്. അതെ, അവർ പിന്നെ എങ്ങനെ 3000 കൊടുക്കും? തിരിച്ച് ചോദിക്കണം. അത് തിരിച്ച് ചോദിക്കാനുള്ള ആർജമുള്ള അമ്മമാർ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. തീർച്ചയായും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ എന്തെല്ലോ ബാക്കിയുള്ള വഴികളിലേക്ക് ഇതിനെ പിന്നെ തിരിച്ചുവിടാനുള്ള. ഇപ്പൊ കൂടുതലായിട്ടും LDFിനെ ആരോപിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വയനാട് വിഷയത്തിലാണ്. വയനാട്ടിൽ ഇപ്പൊ ഏകദേശം സർക്കാരിന്റെ, അതായത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വന്ന ഏകദേശം 700 കോടിയുടെ കണക്ക്. അത് ഓരോ സമയത്തിൽ അവർ മാറ്റി മാറ്റി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് 800 ആയിരുന്നു, പിന്നെ ഇത് 700 ആയി. അപ്പം ആ ഒരു ടൗൺഷിപ്പ് വികസനത്തിൽ അവർ വ്യക്തമായ രീതിയിൽ ഇപ്പം 170 കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തു. അവർ പറഞ്ഞ എല്ലാവരും കൂടെ ഒന്നിച്ചു വരുമ്പോൾ ഞങ്ങൾ താമസിച്ചോളാം എന്നൊരു വാക്ക് അവർ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് UDF പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പട്ടയം കിട്ടിയവർക്ക് ആർക്കും അവിടെ താമസിക്കാൻ പറ്റത്തില്ല. താമസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള വീടുകളാണ് കൈമാറിയത്. ആ ഒരു പേരിൽ മാത്രം പോസ്റ്ററുകളും ബാനറുകളും അടിച്ചിറക്കുന്നു എന്ന രീതി പറയുന്നു. അതേ സമയത്ത്
വർഷമായിട്ട് UDF പിരിച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് 54,49,78,056. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കണക്കല്ല, ഇത് ഇന്ന് പുറത്ത് വന്നിരിക്കുന്ന ഒരു കണക്കാണ്. പക്ഷേ ഇതിനെ സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത് 5 കോടി മാത്രമേ പിരിച്ചിരിക്കുന്നതാണ്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കുന്ന വയനാടുകാർ അല്ലെങ്കിൽ തന്നെ പൊതുവേ കേരളത്തിലെ UDFന് തിരിച്ചടി വരും. ഈ തിരിച്ചടി തന്നെ കാസർഗോഡും ബാധിക്കൂലേ? തീർച്ചയായും. അത് വയനാട് ഫണ്ട് ഇപ്പോൾ നിങ്ങളിന്ന് കാണിച്ചു, അത് പിന്നെ പുറത്ത് വന്ന കണക്ക് പ്രകാരം 54 കോടി സംതിങ് അവർ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയ ഒരു വിഷയമല്ല. കേരളത്തിലും അതുപോലെ തന്നെ വിശേഷിച്ച ഇന്ത്യൻ്റെ പല ഭാഗങ്ങളും ദുരിതങ്ങളും ഇതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങളും മറ്റുള്ള പിന്നെ വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് UDF അതുപോലെ തന്നെ മുസ്ലിം ലീഗ്, കോൺഗ്രസ്സുകാർ ഒരുപാട് ഫണ്ടുകൾ സ്വരൂപിച്ച് ഇതിന് കണക്ക് ചോദിക്കുമ്പോൾ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ചരിത്രങ്ങൾ നിങ്ങൾക്കറിയാലോ. അതിനിൽ വെച്ച് ഏറ്റവും വലിയ ഉദാഹരണമാണ് KT ജലീൽ. KT ജലീൽ വേറെ ഒരു വിഷയം കൊണ്ട് ഈ കണക്ക് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് KT ജലീലിനെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്. അപ്പോൾ ഇത് ഇന്ന് തുടങ്ങിയ ഈ വയനാടിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഇവരെ പരമ്പരാഗതമായിട്ട് ഇവർ ചെയ്യുന്ന ഒരു, അതായത് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അതുപോലെ തന്നെ വർഗീയ കലാപങ്ങളും അതുപോലെ തന്നെ ദുരിതങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അതിനെ മുന്നിൽ നിർത്തി, ആ മരിച്ചവരെ മുന്നിൽ നിർത്തി ഫണ്ട് പിരിയിക്കുക, അതിനെ മുക്കുക, നക്കുക എന്നതാണ് അവരുടെ സ്ഥിരം പരിപാടി. ഇത് ഒരു പുതുമയൊന്നുമല്ല. ഇത് പുതിയ തലമുറക്ക് ചിലപ്പോൾ, പുതിയ ജനറേഷന് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. നമ്മളൊക്കെ കേട്ടുകൊണ്ടെന്നല്ലേ, അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുള്ളതല്ലേ. അപ്പോൾ അത് അവർക്കൊരു പുതുമല്ല. തീർച്ചയായിട്ടും കേരളത്തിലെ വോട്ടർമാർ ഇതിനെ അവർക്കെതിരെയുള്ള ആ ഒരു പിന്നെ കേരളത്തിലെ വെച്ച് ഏറ്റവും വലിയ ദുരന്തം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചില്ല എന്നുണ്ടെങ്കിലും അത് അവരുടെ സ്വാർത്ഥത കൊണ്ട് പ്രഖ്യാപിച്ചില്ല. ഏറ്റവും കാരണം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് ചൂരൽമല നടന്ന ആ ദുരന്തം. ആ ദുരന്തത്തിനെ മുൻനിർത്തി അതിൽ കഷ്ടത അനുഭവിക്കുന്നവരുടെ പിന്നെ അവരെ പേര് പറഞ്ഞ് ഫണ്ട് മുക്കി അവർക്കൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ തിരിച്ചടി നാട്ടുകാരും കൊടുക്കും, കൊടുക്കേണ്ടവരും കൊടുക്കും. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ LDFൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്. കാരണം വെച്ചാൽ നന്നായിട്ട് അറിയാത്ത കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവും. അപ്പം ഒന്ന് ചുരുക്കിയിട്ട് അദ്ദേഹത്തെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. ഇവിടെ ഷാനവാസ് പാദൂർ എന്ന് പറഞ്ഞാൽ പിന്നെ പാദൂർ കുഞ്ഞാമ ഹാജി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അവർ പരമ്പരാഗതമായ കോൺഗ്രസ്സുകാരാണ്. അതെ, നാടിന് വേണ്ടി പാവങ്ങളെ സ്നേഹിക്കുന്ന ഒരു കുടുംബം. അവർക്ക് പിന്നെ പണത്തിൻ്റെ ആവശ്യമില്ല. അവർക്ക് പിന്നെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നെ എന്തെങ്കിലും പിന്നെ ശമ്പളം കിട്ടിയിട്ടോ അല്ല വേറെ ഒരു മന്ത്രിയായിട്ടോ ഒരു ഇത് കിട്ടിയിട്ടോ അങ്ങനെ അവരെ ഒരു കുടുംബം പോറ്റാനോ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാനുള്ള ആൾക്കാരല്ല അവർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷാനവാസ് പാദൂർ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി LDFൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ആളാണ്. നല്ല പിന്നെ 5 വർഷം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആണ്, നല്ല വ്യക്തിബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് തുടക്കം കുറിക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സാധ്യതകൾ അയാൾക്കുണ്ടായ ഈ 5 വർഷത്തെ അനുഭവം തീർച്ചയായും നമ്മുടെ കാസർഗോഡിൻ്റെ വികസനത്തിന് ഒരു പൊൻതൂവലാവും എന്നുള്ളത് തന്നെ. ഇതിൽ ജനങ്ങളൊക്കെ ഷാനവാസ് പാദൂറിനെ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഇവരെ ഈ ഭയപ്പെടുത്തലാണ്. അതെ, BJP വരും എന്ന ഒരു ഭയപ്പെടുത്തലാണ് അവർ സ്വാഭാവികമായിട്ട് നമ്മുടെ പിന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ ന്യൂനപക്ഷങ്ങളെ വോട്ടുകൾ നിർണായകമാണ്. ഈ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും മുസ്ലിം ലീഗിൻ്റെ MLA ഉണ്ടാക്കി അവർക്ക് വീണ്ടും കല്യാണവും പിന്നെ ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് പോകാമെന്നുള്ള ഒരു ധാരണയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം കാസർഗോഡ് ജനങ്ങൾക്ക് ഒരു പേടിയില്ല. ഇവർ BJP വരുമെന്ന് പറയുമ്പോൾ അത് തിരിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിൽ വന്നാൽ കുഴപ്പമില്ല, അങ്ങനെ വരാൻ സാധ്യത ഞങ്ങൾ ഈ പ്രാവശ്യം ഷാനവാസ് പാദൂറിനെ വിജയിപ്പിക്കുമെന്ന് ശക്തമായി പറയുന്ന ഒരുപാട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് എത്ര നേരം നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും
എന്തുകൊണ്ടാണ് ഇടതുപക്ഷം കാസർഗോഡ് മണ്ഡലത്തിൽ വരേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് വന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചാനലിനോട് പറഞ്ഞു തരാം, നിങ്ങളുടെ ഇതിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം എന്നാലും നമ്മൾ സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.